ഹായ് ഗൈസ്, കളഞ്ഞു പോയ യൂട്യൂബിൻ്റെ പാസ്വേഡ് തിരിച്ച് കിട്ടി. അതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. കുറച്ച് എക്സാംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബ്രേക്ക് എടുത്തത്. UPSC പ്രിലിംസും അല്ലാതെയും കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബ്രേക്ക് എടുത്തത്. എന്തായാലും അതൊക്കെ തൽക്കാലം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല ഇത്രയും വലിയൊരു ഇവൻറ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കവർ ചെയ്യാതിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ കുറേ ഇവൻറ്റ്സ് ഇതുപോലെ മിസ്സാക്കി, അതെല്ലാം കുറേശ്ശെ റീക്യാപ്പ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നിങ്ങൾ കുറേ പേര് കൂടെ ഒന്ന് അന്വേഷിക്കുകയും ഇതുപോലെ ഓരോ മേജർ ഇവൻറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമോ എന്നുള്ള രീതിയിലേക്ക് ഇൻസ്റ്റയിൽ വന്ന് ചോദിക്കുകയും ചെയ്തു. അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇനി വരുന്ന ഇവൻറ്റുകൾ നമുക്ക് കുറേശ്ശെ കവർ ചെയ്യാം. മാത്രമല്ല നിങ്ങൾ എനിക്കിപ്പോൾ ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇപ്പോൾ ഇത്രയും മാസം ഇന്നാക്റ്റീവ് ആയിരുന്നത് കൊണ്ട് തന്നെ വ്യൂസ് പഴയ പോലെ കയറത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് ഹൈപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പഴയ ആൾക്കാരിലേക്കൊക്കെ വീഡിയോസ് എത്തിക്കോളും. അതുകൊണ്ട് തന്നെ ഒന്ന് സഹായിക്കുക. ഓക്കെ, എന്തായാലും UFC വൈറ്റ് ഹൗസ് കഴിഞ്ഞ വർഷം നമ്മൾ UFC വൈറ്റ് ഹൗസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണ്ട, കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു എൻ്റയർ കാർഡിലെ ഓരോ ഫൈറ്റും നോക്കിയിട്ട് അതിലാരൊക്കെ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ഒരു എൻ്റയർ ഇവൻറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓവറോൾ ഒപ്പീനിയൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് UFC വൈറ്റ് ഹൗസ് ട്രംപിൻ്റെ തലയിൽ തോന്നിയ പെട്ടെന്നുള്ളൊരു ഐഡിയയാണ് UFC വൈറ്റ് ഹൗസ്. ഇതുപോലെ ട്രംപ് ഒറിജിനൽ UFC ഫാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപ് ഒരു കാഷ്വലൊന്നുമല്ല. ഇതിൽ ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും ഈ പറയുന്ന ട്രംപ് അവിടെ ഇരിക്കുന്ന നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ ട്രംപ് അവിടെ ഇല്ലെങ്കിൽ ഈ ഇവൻ്റ് എല്ലാം ട്രംപ് ഇരുന്ന് കാണുന്നുണ്ട്. ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും പ്രധാന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡാന വൈറ്റിനെ വിളിക്കുന്നത്, മാത്രമല്ല ഫൈറ്റേഴ്സിനെ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോണിലേക്ക് വിളിക്കുന്നത്, മറ്റേ ഡെറക് ലൂയിസിനെയൊക്കെ ഫോണിൽ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരു ഒറിജിനൽ UFC ഫാനാണ് ട്രംപ്. അങ്ങനെ ട്രംപ് ഡാന വൈറ്റിനോട് വൈറ്റ് ഹൗസിൽ ഒരു UFC ഇവൻറ്റ് ഹോസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ അത് ധാരണയിലെത്തി. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ട്രംപ് ഇതുപോലെ അനൗൺസ് ചെയ്തു, ഇങ്ങനെ സംഭവം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തു. അന്ന് ട്രംപ് ഇതുപോലെ പറഞ്ഞത് ഫുൾ ടൈറ്റിൽ ഫൈറ്റ്സ് ആയിരിക്കും എന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. പക്ഷേ നമുക്ക് ബാങ്കറായിട്ടുള്ള കുറേ ഫൈറ്റ്സ് കിട്ടി. അത് ഈ കാർ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞു ഈ വൈറ്റ് ഹൗസ് കാർ കൊള്ളത്തില്ല, ഇങ്ങനെയൊന്നും പോരായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല സോൾ കാർഡാണ്, നല്ല കുറേ ഫൈറ്റ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല, നമ്മൾ കഴിഞ്ഞ വർഷത്തെ വൈറ്റ് ഹൗസ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൂടുതൽ ടൈറ്റിൽ ഫൈറ്റ്സ് കൊണ്ടുവെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറച്ച് ഫൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ലതായിരിക്കും. കാരണം കുറേ കാഷ്വൽ ഓഡിയൻസും ഈ ഫൈറ്റിനെ കുറിച്ച് ധാരണയില്ലാത്ത കുറേ ആൾക്കാരും എന്തായാലും ഈ ഫൈറ്റിലേക്ക് ശ്രദ്ധിക്കും. അന്നേരത്തേക്ക് കുറച്ച് ബാങ്കർ ഫൈറ്റ്സ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ടൈറ്റിൽ ഫൈറ്റ്സ് ഒക്കെ ആവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പം ബോറിംഗ് ഗ്രാപ്ലിങ്ങിലേക്കോ മറ്റോ പോയെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈറ്റിൽ ഫൈറ്റ്സ് വെക്കുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല അന്ന് കുറേ സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ജോൺ ജോൺസും കോണർ മക്ഗ്രിഗോറൊക്കെ എന്തായാലും ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ. അതായത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇവർ രണ്ടുപേരും എന്തായാലും ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം മക്ഗ്രിഗോർ എന്തായാലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ തിരിച്ചു വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ ജൂലൈയിൽ മാക്സ് ഹോളോ ആയിട്ടുള്ളൊരു ഫൈറ്റായിട്ട് തിരിച്ചു വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ ജോൺ ജോൺസ് എന്തായാലും ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇറക്കുറ അതുപോലെ തന്നെ നടന്നു. കാരണം ജോൺ ജോൺസിനെ അങ്ങനെ ഒരു മേജർ ഇവൻറ്റിൽ കൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഡാന വൈറ്റ് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ജോൺ ജോൺസ് നടന്നില്ല. പക്ഷേ ഈ ഒരു എൻ്റയർ കാർഡ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സോൾ കാർഡാണ്. എസ്പെഷ്യലി അലക്സ് പെരേര ഇലിയ ടോപ്പറും ഒറ്റ കാർഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനപ്പുറം എന്തോ വേണം. അങ്ങനെ ഈ ഒരു കാർഡിൽ ഓരോ ഫൈറ്റ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേന്ന് മേലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിയോഗോ ലോപ്പസും സ്റ്റീവ് ഗാർസിയും. ഈ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊന്ന് നിരാശനായി. ശരിക്കും ഡിയോഗോ ലോപ്പസിന് വോൾക്കുമായിട്ടൊരു തേർഡ് ഫൈറ്റും കൊണ്ട് കൊടുക്കാമായിരുന്നല്ലേ. വെറുതെ ഒരു സെക്കൻഡ് ഫൈറ്റ് കൊണ്ട് കൊടുത്തു. എനിവേ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നല്ലൊരു ഫൈറ്റാണ്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രഷർ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നന്നായിട്ട് ബ്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സ്റ്റീവ് ഗാർസിയുടെ ഫൈറ്റ് കാണുമ്പോഴത്തേക്ക് എവിടെയോ ഒരു ടോണി ഫെർഗൂസൺ കയറി വരുന്ന പോലെ തോന്നും. നിങ്ങൾ ഫൈറ്റ്സ് കണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ബ്രൂട്ടൽ ഫൈറ്റ്സ് ആണ് പുള്ളിയുടെ. പിന്നെ ഡിയോഗോ ലോപ്പസിൻ്റെ കാര്യം പറഞ്ഞാൽ പക്ക ബ്രോളർ. സ്റ്റീവ് ഗാർസിയ ക്ലോസ് റേഞ്ചിൽ അത്ര ടെക്നിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ രണ്ടും കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഡിയോഗോ ലോപ്പസ് ജയിക്കാനാണ് സാധ്യത. കാരണം ക്ലോസ് റേഞ്ചിൽ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് ഡിയോഗോ ലോപ്പസ്. അതിൻ്റെ കൂടെ തന്നെ നല്ല ഗ്രാനൈറ്റ് ചിഹ്നമുണ്ട്. അത് എത്ര നാൾ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡിയോഗോ ലോപ്പസ് അതൊന്നും കയറി ചെയ്യാതെ നേരെ കയറി ചെന്ന് ഇടിയും വാങ്ങി അതിൻ്റെ കൂടെ തന്നെ തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിന് ഇവൻച്വലി ഡിയോഗോ ലോപ്പസ് സ്റ്റീവ് ഗാർസിയ ഫിനിഷ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോഫ്സറുമായിട്ട് വോൾക്കോയായിട്ട് ജീൻ സിൽവയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത ആളാണ് ഡിയോഗോ ലോപ്പസ്. അതിന് കുറച്ചുകൂടെ ഹയർ ലെവൽ കോമ്പറ്റീഷൻ നേരിട്ട ആളായതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കാണുമെന്ന് തോന്നുന്നു. അതിന് ഇവൻച്വലി ഡിയോഗോ ലോപ്പസ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഫൈറ്റ് ബോ നിക്കൽ വേഴ്സസ് കൈൽ ഡൗക്കസ് എന്നാണ് തോന്നുന്നു പേര്. എനിവേ ഈ ഒരു ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു ബോനിക്കൽ ജയിക്കുന്നതാണ്. ഈ ബോനിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡാന വൈറ്റ് പ്രിവിലേജ് എന്താണെന്ന് ശരിക്കും അറിയണമെങ്കിൽ ബോനിക്കലിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. കാരണം പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഭയങ്കര ഡെക്കറേറ്റഡ് റെസ്ലറാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു. ബോനിക്കൽ വന്നപ്പോഴത്തേക്ക് ഹംസത്തിന് ത്രെറ്റാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഓരോ ഫൈറ്റ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് റിയാലിറ്റീസ് ഒക്കെ കിട്ടി തുടങ്ങി. ഈ MMA എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്ലിംഗ് പോലെ അത്ര ഈസി അല്ലെന്ന് ബോനിക്കലിന് മനസ്സിലായി. അതിന് കൂടെ തന്നെ പോൾ ഗ്രൈഗോയിട്ടുള്ള ഫൈറ്റിൽ കുറേ ഓവർ ഹാൻഡൊക്കെ ത്രോ ചെയ്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബൂവൊക്കെ കിട്ടി. അതിൻ്റെ കൂടെ തന്നെ RDR ആയിട്ടുള്ള ഫൈറ്റിൽ ബോഡി ഇനിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ആൾ ക്ലോസ് ആയി. അന്നേരം അങ്ങനെ കുറേ ഹംബിൾഡായിട്ട് പക്ഷേ തിരിച്ചു വന്നു. കഴിഞ്ഞൊരു ഫൈറ്റിൽ ഒരു ഹെഡ് കിക്കോ ആയിട്ട് തിരിച്ചു വന്നു. അന്നേരം ശരിക്കും ബോനിക്കിൽ എനിക്ക് നല്ല ഹൈ ഹോപ്സ് ഉണ്ട്. അന്നേരം ഈ ഒരു UFC ഇവൻറ്റിൽ കൊണ്ടിടാൻ പറ്റിയ ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ശരിക്കും ബോനിക്കലിനെ എനിക്ക് UFC വൈറ്റ് ഹൗസിൽ കാണുന്നതിനേക്കാളും എനിക്ക് കാണേണ്ടത് RIFലാണ്. RIFൽ ഹംസത്ത് വേഴ്സസ് ബോനിക്കൽ ഒരു റെസ്ലിംഗ് മാച്ച് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. എനിവേ ഈ ഒരു ഫൈറ്റിൽ ശരിക്കും കൈൽ ഡൗക്കസ് എനിക്ക് തോന്നുന്നു ബോനിക്കലിനേക്കാളും കുറച്ചുകൂടി ഒരു നല്ല സ്ട്രൈക്കർ പുള്ളിയാണ്. പക്ഷെ എന്നാലും
എനിക്ക് ബോണിക്കൽ ജയിക്കണമെന്നാണ് ആഗ്രഹം. കാരണം കുറച്ച് നല്ല ഫ്യൂച്ചറുണ്ട്. അന്നേരം ആ ഫൈറ്റ് ബോണിക്കൽ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ഫൈറ്റിലേക്ക് വരുവാണെങ്കിൽ മൈക്കൽ ചാൻഡലറും മറീസിയോ ഹോഫിയും. ഈ മൈക്കൽ ചാൻഡലറുടെ കാര്യം പറയുകയാണെങ്കിൽ കോണർ മക്ഗ്രിഗോറിനെ ഫൈറ്റ് ചെയ്യാൻ നടന്ന ആളാണ്. അവസാനം കോണർ കയ്യിൽ നിന്ന് പോയി മാക്സ് ഹോളോയെ കൊണ്ടുപോയി. അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ ബ്രസീലിൽ നിന്നുള്ള കോണർ മക്ഗ്രിഗോറിൻ്റെ ഒരു ക്ലോണിനെ കൂടെ കിട്ടി. എന്തായാലും ആ ഒരു ഫൈറ്റ് അക്സെപ്റ്റ് ചെയ്ത് മൈക്കൽ ചാൻഡലറിനെ സമ്മതിക്കണം. കാരണം റൂഫി ഒരു എക്സ്ട്രീംലി ഡേഞ്ചറസ് മാച്ചാണ്. ആ ഒരു ഫൈറ്റ് ശരിക്കും റൂഫി ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റൂഫിയുടെ ആ ഒരു ഗ്രാപ്ലിംഗ് വീക്ക്നെസ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് കണ്ടു BSD ആയിട്ടുള്ള ഫൈറ്റിൽ. അങ്ങനെ BSD ആയിട്ട് തോറ്റപ്പോഴത്തേക്ക് ചെറിയൊരു ബ്രേക്ക് വന്നെങ്കിലും വീണ്ടും നമ്മുടെ റഫേൽ ഫിസിയേവിനെ തോപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അന്നേരം ചാൻഡലർ വേഴ്സസ് റൂഫി, എനിക്ക് തോന്നുന്നു റൂഫി ജയിക്കുമെന്ന്. അടുത്ത ഫൈറ്റ് ജോഷ് ഹോക്കിറ്റും ഡെറിക് ലൂയിസും ഉണ്ട്. ഈ ജോഷ് ഹോക്കിനെ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. വഴിയെ പോകുന്ന വള്ളി മൊത്തം പിടിക്കുന്ന ഒരു പുതിയ കിങ് ഓഫ് ക്രിഞ്ചാണ് ജോഷ് ഹോക്കിറ്റ്. പുള്ളി ഒരു ക്യാരക്ടർ പ്ലേ ആണ് ശരിക്കും, പക്ഷേ വഴിയെ പോകുന്ന എല്ലാവരുമായിട്ട് അടിയാണ്. മറ്റേ കർട്ടിസ് ബ്ലേഡ്സുമായിട്ടുള്ള ഫൈറ്റിന് മുമ്പ് ഇരി പ്രൊഹാസ്കയായിട്ട് പ്രശ്നമായി, കർട്ടിസ് ബ്ലേഡ്സുമായിട്ട് പ്രശ്നമായി. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് അലക്സ് പെരേരയായിട്ട് പ്രശ്നമായി. അതിൻ്റെ കൂടെ തന്നെ ഇലിയട്ടൊപ്പുരയായിട്ട് പ്രശ്നമായി. ഇലിയട്ടൊപ്പുര അതിൻ്റെ കുപ്പിയുടെ അടപ്പം കണ്ടൊക്കെ എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. അതായത് വഴിയെ പോകുന്ന എല്ലാവരുമായിട്ട് പ്രശ്നം. അതും എക്സ്ട്രീം ലെവൽ വിയേർഡ് ട്രാഷ് ടോക്കിങ്ങും അതിൻ്റെ കൂടെ തന്നെ കുറേ ക്രിഞ്ച് സംഭവങ്ങളും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റീവാണ്. പക്ഷേ എങ്കിലും അങ്ങനത്തെ കുറച്ച് ആൾക്കാരും കൂടെ ഉള്ളത് നല്ലതായിരിക്കും. കാരണം എല്ലാവരും ഒരുപോലെ ഇരുന്നാലോ. അതിനും ജോഷ് ഹോക്കിറ്റ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ആൾക്കാർ തോക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഫൈറ്റ് കാണുമല്ലോ. ശരിക്കും ഇതുപോലത്തെ ട്രാഷും കാര്യങ്ങളും കാണിച്ചിട്ട് ഫൈറ്റിൽ വന്നിട്ട് അത് ബാക്കപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും വരത്തില്ല. അതിനും കഴിഞ്ഞ ഫൈറ്റിൽ അത് തന്നെ പറ്റിയത്. കർട്ടിസ് ബ്ലേഡ്സുമായിട്ടുള്ള ഫൈറ്റിൽ ശരിക്കും ഞാൻ കണ്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് UFC ഫൈറ്റ്സിൽ ഒന്നായിരുന്നു ഈ ഹോക്കിറ്റും ബ്ലേഡ്സും ഫൈറ്റ്. അതിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രാഷ് ടോക്കിനെ ബാക്കപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഹോക്കിറ്റ് പെർഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങ് ക്ഷമിച്ചു. അതുപോലെ ഇപ്പം ഡെറിക് ലൂയിസ് ആയിട്ടുള്ള ഫൈറ്റ് വന്നിരിക്കുകയാണ്. ഈ ഫൈറ്റിൽ ആര് ജയിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെറിക് ലൂയിസ് ജയിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഹോക്കിറ്റ് ജയിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും പുള്ളി കുറച്ചുകൂടെ ദൂരം പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ട്രാഷ് ടോക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിലും അതിനെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഹോക്കിറ്റ് ജയിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. എങ്ങനെയെങ്കിലും ജയം കണ്ടെത്തുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് ഷോൺ ഒമൈലി വേഴ്സസ് എയ്മൻ സഹാബി. ഈ എയ്മൻ സഹാബിയായിട്ട് എനിക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫിറാസ് സഹാബിയുടെ അനിയനാണ്. ഫിറാസ് സഹാബി ആരെന്ന് അറിയത്തില്ലെങ്കിൽ GSPയുടെ കോച്ചാണ്. കാരണം നിങ്ങൾ ശരിക്കും MMA പഠിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ഡെപ്തിൽ അറിയണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ കോച്ച് ഫിറാസ് സഹാബിയുടെ ഒരു ചാനലുണ്ട്, ട്രൈസ്റ്റാർ ജിം എന്ന് പറയുന്നത്. ഈ ട്രൈസ്റ്റാർ ജിമ്മിൽ പുള്ളി കൂടെ ലൈവ് ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റും. അതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല എലീറ്റ് ലെവൽ ബ്രേക്ക് ഡൗണും ഐഡിയാസൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ എനിവേ ഷോൺ ഒമൈലി ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ എയ്മൻ സഹാബിക്ക് 38 വയസ്സുണ്ട്, അതും ബാൻഡ് വെയിറ്റിൽ. ഈ ലൈറ്റർ വെയിറ്റ് ക്ലാസ്സിൽ ഇത്ര ഏജും വെച്ച് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അന്നേരം ഒമൈലിയായിട്ടുള്ള ഫൈറ്റിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഒമൈലിക്ക് ഒരു നോക്കൗട്ട് കണ്ടെത്താൻ പറ്റുമെന്നാണ്. എയ്മൻ സഹാബി അത്യാവശ്യം നല്ല ടഫാണ്. മീൻസ് ഭയങ്കര സൂപ്പർ സ്കിൽഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും നല്ല ടഫ് ഫൈറ്ററാണ്. അതായത് നോക്ക് ഡൗൺ ആക്കാൻ പറ്റും, പക്ഷേ പെട്ടെന്ന് റിക്കവർ ആകും. ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചിറ്റോവരായിട്ടുള്ള ഫൈറ്റിൽ ജസ്റ്റ് ഒരു ജാബിന് വീഴുന്നേ കണ്ടു, പക്ഷേ പെട്ടെന്ന് റിക്കവറായി. പക്ഷേ അതിനേക്കാളും കിട്ടിലൊരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹോസെ ആൽഡോയും എയ്മൻ സഹാബിയും ഒരു ഫൈറ്റ് ഉണ്ട്. അതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു റോബറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സഹാബി ജയിച്ചെങ്കിൽ പോലും. അത് പക്ഷേ നല്ലൊരു റേസർ ത്രിൻ ക്ലോസ് ഫൈറ്റ് ആയിരുന്നു. അതിൻ്റെ 3rd റൗണ്ടിൽ ഹോസെ ആൽഡോ ഒരു സോക്കർ കിക്ക് ചെയ്യുന്നുണ്ട്, മലനടിച്ചൊക്കെ വീണിട്ട്. പക്ഷേ എങ്ങനെ കണ്ട് റിക്കവറായിട്ട് അവസാനം തിരിച്ചു വരിക കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് അത്യാവശ്യം നല്ല ടഫ് ഫൈറ്ററാണ്. ഒറ്റയടിക്കങ്ങ് ഔട്ടായി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ഷോൺ ഒമൈലിക്ക് നോക്കൗട്ട് കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആ ഒരു ഫൈറ്റ് ഷോൺ ഒമൈലി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് കോമൈൻ ഇവൻറ്റ് അലക്സ് പെരേര വേഴ്സസ് സെൽഖാൻ. ഈ രണ്ടര കാർഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നതും അതുപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു ഫൈറ്റാണ് അലക്സ് പെരേര വേഴ്സസ് സെൽഖാൻ. ഫസ്റ്റ് ഓഫ് ഓൾ അലക്സ് പെരേരയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബ്രേക്കിലായിരുന്ന സമയത്താണ് അലക്സ് പെരേര ബെൽറ്റ് തിരിച്ചു പിടിച്ചത് അങ്കിലാവിനെ തോപ്പിച്ചിട്ട്. ശരിക്കും ആ ഒരു ഫൈറ്റ് ജയിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതായത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സെക്കൻഡ് ഫൈറ്റ് അലക്സ് പെരേര ജയിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം പ്രഷർ ചെയ്ത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും സെക്കൻഡ് ഫൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും കരുതി അങ്കലാവ് ജയിക്കുമായിരിക്കുന്നു. കാരണം അങ്കലാവ് നല്ല ഒന്നാന്തരം കൗണ്ടർ സ്ട്രൈക്കറാണ്. അതിന് പെരേര പോയി പ്രഷർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് നോക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻ തെറ്റിയതിൽ ഞാൻ ഇത്ര സന്തോഷിച്ചൊരു ഫൈറ്റ് വരെയില്ല. കാരണം അലക്സ് പെരേര കൂട്ടി ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ റിപ്ലേസ് ചെയ്തിട്ട് അലി അബ്ദുൽ അസീസിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി മാത്രം സംസാരിക്കുന്ന ഒരാളെ അവിടെ ചാമ്പ്യനായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അലക്സ് പെരേര ശരിക്കും തിരിച്ചു വന്നത് വളരെ നന്നായി. അങ്ങനെ അലക്സ് പെരേര ബെൽറ്റ് വെക്കേറ്റ് ചെയ്തിട്ട് ഹെവി വെയിറ്റിലേക്ക് പോയിരിക്കുകയാണ്. ശരിക്കും 3rd ബെൽറ്റ് 3 ഡിവിഷനിൽ ബെൽറ്റ് കിട്ടുന്ന ആദ്യത്തെ ആളെന്നുള്ള അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അലക്സ് പെരേര ശരിക്കും ഗോഡ് കോൺവെർസേഷനിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലെജൻഡറി അച്ചീവ്മെൻറ്റ്. ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അലക്സ് പെരേര ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സെൽഖാൻ അത് തോറ്റിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം സെൽഖാൻ ഒരു സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫൈറ്റർ ആയിരുന്നു. കാരണം അന്ന് ഇംഗാനുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ഇങ്ങനെ ഒരാൾ വന്നപ്പോഴത്തേക്ക്, കാരണം സെൽഖാൻ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അന്നേരം അങ്ങനെ ഒരാൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗാനുമായിട്ടുള്ള ഫൈറ്റ് തോറ്റപ്പോഴത്തേക്ക് ഹൈപ്പ് കുറച്ചെന്ന് കുറഞ്ഞു. അതിനെ കൂടെ ജോൺസുമായിട്ട് തോറ്റപ്പോഴത്തേക്ക്
അത് ജോൺസോട്ട് അങ്ങനെ ഒരു രീതിയിൽ തോറ്റപ്പോഴത്തേക്ക് ഹൈപ്പ് വീണ്ടും കുറഞ്ഞു. അതിൻ്റെ പുറമെ സിൽഖാൻ നല്ല ഒന്നാം തരം ഒരു ഡയറി ഫൈറ്ററും കൂടാണ്. കണ്ണി കുത്തുക, തലയുടെ പുറയിൽ ഇടിക്കുക, ഗ്രൗണ്ട് ഷോട്ട് ചെയ്യുക, ഇതുപോലത്തെ വേണ്ടാത്ത പരിപാടി എല്ലാം കയ്യിലുണ്ട്. എന്നിട്ട് ഭയങ്കര ഹമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് ഇടക്കുകയും ചെയ്യുക. മാത്രമല്ല അൺഡിസേർവിംഗ് ആയിട്ടുള്ള എത്ര ടൈറ്റിൽ ഷോട്ടാണ് സിൽഖാൻ കിട്ടിയത്. ആദ്യം ഡെറിക് ലൂയിസിനെതിരെ ഇന്റർവ്യൂ ടൈറ്റിൽ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് നഗാനോവിനെതിരെ ടൈറ്റിൽ ഷോട്ട് കിട്ടി, തോറ്റു. പിന്നെ ജോൺ ഡോട്ട്സിനെതിരെ ടൈറ്റിൽ ഷോട്ട് കിട്ടി, തോറ്റു. പിന്നെ അസ്പിനാലിനെതിരെ വീണ്ടും ടൈറ്റിൽ ഷോട്ട് കിട്ടി, അത് ഫൗള് കാണിച്ചിട്ട് അത് കുളമാക്കി. അതും ആ ടൈറ്റിൽ ഷോട്ട് കിട്ടിയത് എങ്ങനെ, വോൾക്കോവാട്ടിലെ ഫൈറ്റ് തോറ്റിട്ട് റോബറി വഴി ജയിച്ചിട്ട് എന്നിട്ട് വീണ്ടും ഇപ്പം എന്താ വീണ്ടും ഇന്റർവ്യൂ ടൈറ്റിൽ അലക്സ് പെരേരയ്ക്കെതിരെ. അത് മൊത്തത്തിൽ ഒരു UFC ഫൈറ്ററിനും കിട്ടാത്ത പ്രിവിലേജാണ് ഇപ്പോൾ സിൽഖാൻ കിട്ടിയേക്കുന്നത്. പിന്നെ ഈ ഒരു പെരേര വേഴ്സസ് സിൽഖാൻ ഫൈറ്റ് അസ്പിനാൽ വേഴ്സസ് പെരേര ഫൈറ്റിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചുകൂടി ഒരു സോൾവ് ചെയ്യാനൊരു ടഫർ പസിലായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അസ്പിനാൽ ഒന്നുമില്ലൊരു ഗ്രാപ്ലറാണ്. അതിൻ്റെ ഹെവിയിലേക്ക് വരുമ്പോഴത്തേക്ക് അസ്പിനാൽ എന്തായാലും അലക്സ് പെരേരയായിട്ട് നിന്ന് സ്ട്രൈക്ക് ചെയ്യാൻ നിൽക്കത്തില്ല, പകരം കയറി ഗ്രാപ്പിൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്തായാലും സിൽഖാൻ പെരേരയെ കയറി ഗ്രാപ്പിൾ ചെയ്യാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു ട്രിക്കി സ്റ്റൈലാണ് സിൽഖാൻ്റെ. പെരേര ഹെവി ഹിറ്റർ ആണെങ്കിൽ പോലും സിൽഖാൻ ആദ്യമായിട്ടല്ല ഹെവി ഹിറ്റേഴ്സിനെ ഫേസ് ചെയ്യുന്നത്. ഇപ്പം ഡെറിക് ലൂയിസ് ആണെങ്കിലും ഫ്രാൻസിസ് നഗാനോ ആണെങ്കിലും ടോമസ് പിനാലാണെങ്കിലും ഇതുപോലെ ഹെവി ഹിറ്റേഴ്സിനെ തന്നെ സിൽഖാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഒഴിവാക്കി നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് സിൽഖാൻ നന്നായിട്ട് അറിയാം. മാത്രമല്ല ഹെവി വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെവിയർ ഹിറ്റ്സ് ടേക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ അതേസമയം തന്നെ ടൈറ്റ് വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഹിറ്റ് കിട്ടിയിട്ട് സിൽഖാൻ വീണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പെരേരയ്ക്ക് ശരിക്കും നോക്കൗട്ട് കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പെരേരയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മൂവ്മെൻറ്റ് കട്ട് ചെയ്യുന്നുള്ളതായിരിക്കും. കാരണം ഇല്ല സിൽഖാൻ്റെ ലെഗ്സ് അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു മൂവ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അലക്സ് പെരേര ഹെവി വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പഴയ സ്പീഡ് കാണുമോ, സ്ലഗിഷ് ആവുമോ, പെട്ടെന്ന് കുഴയുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പിന്നെ പെരേര ഹെവി വെയിറ്റിലേക്ക് മൂവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കരുതി ഇല്ല ഭയങ്കര മസിൽസ് ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഒരു ഹ്യൂജ് ഫ്രെയിം ഒക്കെ ആയിട്ട് വരുമായിരിക്കുന്നു. പണ്ട് നമ്മൾ ജോൺ ഡോട്ട്സിനെ കരുതിയ പോലെ ജോൺ ഡോട്ട്സ് ഹെവി വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കരുതിയൊരു ഇമേജ് ഉണ്ട്. പക്ഷേ ജോൺ ഡോട്ട്സ് വന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ പെരേര കുറച്ചുകൂടെ ബൾക്കപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ മസിൽസ് ഒക്കെ പാക്ക് ചെയ്ത് വരുമെന്ന് കരുതിയതാണ് നമ്മൾ. പക്ഷേ പെരേരയുടെ മസിൽസ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ്. അത് നമ്മൾ കരുതില്ല. എനിവേ പെരേര ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കസ്റ്റം കിറ്റില്ലേ, അതായത് വൈറ്റ് ഹൗസിൻ്റെ ആ ഒരു അവരുടെ ഈ ഷോർട്സും കാര്യങ്ങളെല്ലാം വൈറ്റ് ഹൗസ് ഇവൻറ്റിലേക്ക് വേണ്ടി ഒരു കസ്റ്റം ഷോർട്സ് ആണല്ലോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഇവരെല്ലാവരും ഒരുമാതിരി ഇരിക്കുന്നത്. അതിപ്പം മറ്റേ ബോനിക്കലാണെങ്കിലും പെരേര ആണെങ്കിലും ഇലിയട്ടപ്പുര ആണെങ്കിലും എല്ലാവരും ഒരുമാതിരി ലുക്ക്. ഈ ഇലിയട്ടപ്പുരയും ഗേച്ചിയും കൂടെ ഒക്കെ കിറ്റിട്ടുകൊണ്ട് വരുന്ന കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഇവർ ഫൈറ്റ് ചെയ്യാൻ പോകണോ അതോ ഫുട്ബോൾ കളിക്കാൻ പോകണോ എന്ന് തോന്നും. ആ രീതിയിൽ ഒരുമാതിരി വിയേഡ് കിറ്റ്. ശരിക്കും ഇവരുടെ ആ ഒരു ഒറിജിനൽ കസ്റ്റം ഷോട്ട്സ് അങ്ങ് അനുവദിച്ച് കൊടുക്കാമായിരുന്നു. ഇതൊരുമാതിരി വിയേഡായിട്ട് തോന്നും. എനിവേ അടുത്ത മെയിൻ ഇവൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയട്ടപ്പുര വേഴ്സസ് ജസ്റ്റിൻ ഗേച്ചി. ഈ ജസ്റ്റിൻ ഗേച്ചി ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇലിയട്ടപ്പുര ജസ്റ്റിൻ ഗേച്ചിയെ ഇടിച്ചുറക്കും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഷുവറാണ്. എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇലിയട്ടപ്പുരയ്ക്ക് ഫേവറബിളായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് ഇലിയട്ടപ്പുരയുടെ നോക്കൗട്ട് പവർ മാത്രമൊന്നുമല്ല, ഇലിയട്ടപ്പുര ഒരു കംപ്ലീറ്റ് ഫൈറ്ററാണ്. മാത്രമല്ല എക്സ്ട്രീംലി ടെക്നിക്കലുമാണ്. ജസ്റ്റിൻ ഗേച്ചി ശരിക്കും ഭയങ്കര ബ്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അതിനിവിടെ ബ്രോളർ വേഴ്സസ് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലാണ്. ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴേക്ക് ശരിക്കും ജസ്റ്റിൻ ഗേച്ചി എങ്ങനെ ജയിക്കുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റിൻ ഗേച്ചിയുടെ ലെഗ് കിക്ക്, കാഫ് കിക്ക് നല്ല എഫക്റ്റീവാണ്. അതായത് ഇലിയട്ടപ്പുര ശരിക്കും നല്ല ഫ്രണ്ട് ഫുട്ട് ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. ബോക്സിംഗ് സ്റ്റാൻസിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഫ്രണ്ട് ഫുട്ട് ഹെവി ആയിട്ടാണ് നിൽക്കുന്നത്. അന്നേരം കണ്ടിന്യൂസ്ലി കാഫ് കിക്ക് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റം കളയാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ അനോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും, ലെഗ് കിക്ക് അടിച്ച് നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒബ്വിയസ്ലി ഇലിയുടെ ടീം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. കാരണം അലഹാൻഡ്ര ടൊപ്പൂരിയ ആണ് ടീമിലുള്ളത്. അന്നേരം പുള്ളിയെ നിങ്ങൾ ശരിക്കും അലഹാൻഡ്ര ടൊപ്പൂരിയുടെ ഫൈറ്റ്സ് നിങ്ങൾ കാണണം. അതായത് എനിക്ക് ഇലിയട്ടപ്പുരയേക്കാളും ഇഷ്ടമാണ് അലഹാൻഡ്ര ടൊപ്പൂരിയുടെ ഫൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ശരിക്കും ഇലിയട്ടപ്പുരയുടെ ഒരു ഡിസിഷൻ വേർഷനാണ് പുള്ളി. പക്ഷേ എക്സ്ട്രീംലി ടെക്നിക്കലാണ്. ഭയങ്കര രസമാണ് പുള്ളിയുടെ ഫൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഫൈറ്റ്സിലും വേണ്ടുന്ന നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ഇപ്പം ആദ്യമേ കോൾബി തിക്നസ്സായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിനകത്തിൽ സാധാ പോലെ തന്നെ ഫൈറ്റ് ചെയ്തു. പക്ഷേ അടുത്ത ഫൈറ്റിൽ ബെക്സ് അൽമഗാനായിട്ടുള്ള ഫൈറ്റിൽ അവർ എൻ്റെ സ്റ്റാൻസിൽ തന്നെ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടാണ് അലഹാൻഡ്ര ടൊപ്പൂരി ഫൈറ്റ് ചെയ്തത്. കാരണം ഇല്ല ഫ്രണ്ട് ഫുട്ട് ഹെവി ആയിട്ട് നിൽക്കുന്നതിന് പകരം കുറേ പുറയിലോട്ട് ആഞ്ഞിട്ട് വേറൊരു രീതിയിലാണ് നിന്നത്. അന്നേരം ലെഗ് കിട്ടുമ്പോൾ പോലും ഒന്ന് സ്പിൻ ചെയ്യുന്നത് കാണാൻ പറ്റുമായിരുന്നു. അതായത് വലിയ രീതിയിൽ കാലിനെ കൊണ്ട് എഫക്റ്റ് ചെയ്യുന്നുമില്ല. എന്നാൽ ആൽമഗാൻ അത്യാവശ്യം നന്നായിട്ട് ഹെവി ഹിറ്റ് ചെയ്യുന്ന ആളാണ്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനും വേണ്ടിയിട്ട് അതിന് ശരിക്കും അമ്മാതിരി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടാണ് അലഹാൻഡ്ര ടൊപ്പൂരി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ശരിക്കും അലഹാൻഡ്ര ടൊപ്പൂരിയാണ് ഇലിയട്ടപ്പുരയുടെ ഗെയിമിൻ്റെ ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ജസ്റ്റിൻ ഗേച്ചി ഇനി എന്തൊക്കെ ത്രോ ചെയ്യുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അന്നേരം ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇറങ്ങുന്നത്. അന്നേരം എനിക്കറിയത്തില്ല ജസ്റ്റിൻ ഗേച്ചി എങ്ങനെ ജയിക്കുമെന്നൊക്കെ. പക്ഷേ ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ജസ്റ്റിൻ ഗേച്ചി കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ വിയേഡ് മൂവ്മെൻറ്റ്സ് നടത്തിയിട്ട് ഇലിയട്ടപ്പുരയുടെ മുമ്പിൽ പോയി കയറുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പക്ഷേ MMA ആണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരൊറ്റ ഹെഡ് കിക്ക് മതി മൊത്തത്തിൽ കാര്യങ്ങൾ മാറി പറയാൻ.
2 വട്ടം ഹെഡ് കിക്ക് കിട്ടി തറയിൽ പോയ ആളാണ് ഇലിയ. അതിന് ഇനി ജസ്റ്റിൻ ഗേജി അങ്ങനെ വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിവേ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇലിയ തന്നെ ജയിക്കും. അതിൽ പ്രത്യേകിച്ചാക്കെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഇതൊക്കെയാണ് ഫൈറ്റ്സിനെ കുറിച്ചുള്ള എൻ്റെ തോന്നലുകൾ. പിന്നെ ഈ ഒരു UFC വൈറ്റ് ഹൗസ് ഇവൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും ശരിക്കും ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ന്യൂസിലോ മറ്റോ ഒന്നുമില്ലല്ലോ, വൈറ്റ് ഹൗസിൻ്റെ മുറ്റത്ത് വെച്ച് നടക്കുന്നില്ലേ, അതിന് ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു ഔട്ട്ഡോർ ഇവൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ മഴ പെയ്യാനും പ്രാണികൾ വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ കുറേ പേര് പറയാൻ നിൽക്കുന്നുണ്ട്. മഴ വലിയ ഇഷ്യൂ ആവത്തില്ല, കാരണം മേളിൽ റൂഫുണ്ട്. ബട്ട് എങ്കിലും നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം കേജിൽ വീഴാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ആൾക്കാർ ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ആൾറെഡി ജസ്റ്റിൻ ഗേജി ഫൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ കൂടി വെള്ളം കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരിക്കും. എന്തായാലും മഴയൊന്നും പെയ്യാതിരിക്കട്ടെ. എനിവേ ഇതാണ് UFC വൈറ്റ് ഹൗസിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ. അന്നേരം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പറ്റുന്നവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക, ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.